അമേരിക്കൻ സൈന്യത്തിന്റെ വ്യോമാക്രമണങ്ങൾക്ക് മുന്നിൽ തളരാതെ ഗൾഫ് മേഖലയെ ഒന്നാകെ യുദ്ധക്കളമാക്കിക്കൊണ്ട് ഇറാന്റെ വൻ പ്രത്യാക്രമണം നടന്നിരിക്കുകയാണ്. US സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും കനത്ത നാശനഷ്ടമാണ് വിതച്ചിരിക്കുന്നത്. വൻ ശക്തികളുടെ ഈ ഒരു ഏറ്റുമുട്ടലിൽ പശ്ചിമേഷ്യയിലെ സമാധാനം പൂർണ്ണമായിട്ടും തകരുമ്പോൾ ലക്ഷക്കണക്കിന് പ്രവാസികളും ഇപ്പോൾ കടുത്ത ഭീതിയിലാണ്. US സൈന്യത്തിന്റെ കനത്ത വ്യോമാക്രമണങ്ങൾക്ക് മുന്നിൽ ഒട്ടും തളരാതെ പശ്ചിമേഷ്യ ഒന്നാകെ പിടിച്ചു കുലുക്കുന്ന വൻ പ്രത്യാക്രമണവുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ്. തങ്ങളുടെ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത ഡ്രോൺ മിസൈൽ വർഷമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഈ ഒരു അപ്രതീക്ഷിത തിരിച്ചടിയിൽ മേഖലയിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും US സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ കടുത്ത ഭീതിയിലാവുകയും ചെയ്തിരിക്കുകയാണ്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തുടർച്ചയായിട്ട് ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് ഇറാൻ ഗൾഫ് മേഖലയിലെ അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് നേരിട്ട് യുദ്ധം വ്യാപിപ്പിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ പ്രഹരമേറ്റത് കുവൈറ്റിനാണ്. കുവൈറ്റിലെ പ്രധാന കടൽവെള്ള ശുചീകരണ പ്ലാന്റിനും പ്രധാന വൈദ്യുതി നിലയങ്ങൾക്കും നേരെ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണമുണ്ടായി. ഇതേ തുടർന്ന് കനത്ത നാശനഷ്ടവും വലിയ തീപിടുത്തം ഉണ്ടാവുകയും രാജ്യത്തെ വൈദ്യുതി വിതരണം പലയിടത്തും പൂർണ്ണമായിട്ട് തടസ്സപ്പെടുകയും ചെയ്തു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ട് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. UAE ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ എയർലൈനുകൾ കുവൈറ്റിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ പൂർണ്ണമായിട്ടും റദ്ദാക്കി കഴിഞ്ഞു. ആക്രമണം കുവൈറ്റിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. തൊട്ടടുത്ത ബഹ്റൈനിലുള്ള അമേരിക്കൻ ഡ്രോൺ അല്ലെങ്കിൽ താവളത്തിന് നേരെയും കനത്ത ആക്രമണം ഉണ്ടായതായിട്ട് ഇറാന്റെ IRGC തന്നെ സ്ഥിരീകരിച്ചു. ബഹ്റൈനിലെ സുപ്രധാനമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അല്ലെങ്കിൽ ഇന്റലിജൻസ് കേന്ദ്രത്തിന് നേരെയും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട്. മിസൈൽ ഭീഷണി ശക്തമായതോടെ സൗദി അറേബ്യയും അതീവ ജാഗ്രതയിലാണ്. കനത്ത ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് സൗദി അറേബ്യയിലെ സിവിൽ ഡിഫൻസ് വിഭാഗം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിയന്തര മുൻകരുതലുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞു. ഗൾഫ് ആകാശം ഏത് നിമിഷവും മിസൈലുകളാൽ നിറയാമെന്ന ഭീതിയിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. കരയിൽ മാത്രമല്ല കടലിലും യുദ്ധം കനക്കുകയാണ്. വടക്കൻ ഇന്ത്യൻ സമുദ്രത്തിൽ അല്ലെങ്കിൽ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചിരുന്ന US യുദ്ധക്കപ്പലിന് നേരെ ഇറാൻ തീരദേശ ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിട്ടതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഈ ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിരീക്ഷണ ശേഷി തകർക്കാൻ തെക്കൻ ഇറാനിലെ ചമ്പാഹർ തുറമുഖ നിരീക്ഷണ ടവറുകളും പ്രധാന പാലങ്ങളും US സൈന്യം തകർത്തു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്: യുദ്ധം വീണ്ടും കനക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിൽ നിന്ന് യാതൊരു തരത്തിലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ തങ്ങളുടെ ആത്മവീര്യം പുറത്തെടുക്കുകയാണ്. ഇറാനുമായുള്ള ഈ ഒരു കടുത്ത സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് ഇതുവരെ $3750 കോടി ഏകദേശം 3.61 ലക്ഷം കോടി രൂപ ചിലവായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പീറ്റ് ഹെഗ്സെത്ത് US കോൺഗ്രസിൽ വ്യക്തമാക്കിയത്. ഇതിൽ തന്നെ അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടാവുകയാണ്. ആ നഷ്ടം നികത്താൻ നോക്കാതെ വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചിടുകയാണ്. ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ കടക്കണി ഉണ്ടാവുകയാണ്. എങ്കിൽ പോലും ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ട്രംപ് പറയുമ്പോൾ ആ യുദ്ധത്തിൽ നിന്ന് മറുവശത്ത് നിന്നുകൊണ്ട് ഞങ്ങളും നേരിടുമെന്ന് ഇറാൻ പറയുകയാണ്. യുദ്ധ ചെലവുകൾക്കൊപ്പം ആഗോള എണ്ണവിലയും കുതിച്ചുയരുന്ന ഒരു സാഹചര്യമുണ്ട്. ആവശ്യമെങ്കിൽ ഇറാനിലേക്ക് നേരിട്ട് കനത്ത കരയാക്രമണം നടത്തുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇസ്രയേലിലേക്ക് കൂടുതൽ ആകാശ ഇന്ധന വിമാനങ്ങൾ അയക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവിട്ട് കഴിഞ്ഞു. ഖത്തറും ഒമാനും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഉടനടി യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇരുപക്ഷവും പിന്മാറാൻ തയ്യാറല്ല. പിന്നെ ഇസ്രയേലിലേക്ക് യുദ്ധവിമാനങ്ങൾ തൊടുത്തു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കുവൈറ്റിൽ ഉണ്ടായിരുന്ന തങ്ങളുടെ യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിലേക്ക് മാറ്റിയത്. അത് അങ്ങോട്ടേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി കൊടുത്തതൊന്നുമല്ല. മറുവശത്ത് കുവൈറ്റും ഖത്തറും ഒക്കെ വലിയ രീതിയിൽ തന്നെ ആക്രമണത്തിന് ഇരയാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് മാറ്റിയതാണ്. ഈ വിമാനത്താവളങ്ങളുടെ അടച്ചുപൂട്ടലുകളും സുപ്രധാന ഊർജ ജല പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണവും ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് പ്രവാസി മലയാളി കുടുംബത്തെയും ഇപ്പോൾ കടുത്ത ആശങ്കയിലാഴ്ത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് US അവരുടെ യുദ്ധവിമാനങ്ങൾ മാറ്റുന്നത്.
എന്തായാലും പശ്ചിമേഷ്യൻ മണ്ണിൽ വൻ ശക്തികൾ തമ്മിലുള്ള ഈ ഒരു ഈഗോ യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ ഭീകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് നീങ്ങുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഖത്തറും ഒമാനും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഉടനടി യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും US-ഓ ഇറാനോ ചർച്ചകൾക്ക് തയ്യാറാകാത്തത് കടുത്ത നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇരുപക്ഷവും തങ്ങളുടെ സൈനിക ശക്തി തെളിയിക്കാൻ വാശി പിടിക്കുമ്പോൾ സമാധാന ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഇതുവരെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ഹൃദയഭാഗങ്ങളിലേക്ക് ഇറാന്റെ മിസൈലുകൾ പതിച്ചു തുടങ്ങിയത് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. കുവൈറ്റിലും ബഹറിലും ഉണ്ടായ ആക്രമണങ്ങൾ കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുള്ള കടുത്ത മുന്നറിയിപ്പും മറുപടിയുമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൾഫ് നഗരങ്ങളിലേക്ക് യുദ്ധം പടരുമെന്ന ഭീതിയിലാണ് അറബ് ഭരണകൂടങ്ങൾ ഉള്ളത്. കാരണം ഈ യുദ്ധം അവർക്ക് ആവശ്യമില്ലാത്തതാണ്. യുദ്ധത്തിൽ അവർക്ക് യാതൊരുവിധ പങ്കുമില്ല. അമേരിക്കയെ സഹായിച്ചു, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങളുടെ നാട്ടിൽ ഉണ്ട് എന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ആ രാജ്യങ്ങൾ ഈ വലിയ ദുരന്തം അനുഭവിക്കുന്നത്. യുദ്ധത്തിന്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള പ്രത്യാഘാതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഇനി കുവൈറ്റിലെ ഊർജ്ജ ജല പ്ലാന്റുകൾക്ക് നേരെയുള്ള ഇറാന്റെ നിരന്തരമായിട്ടുള്ള ആക്രമണം കേവല സൈനിക ലക്ഷ്യങ്ങൾക്കപ്പുറം ജനജീവിതം സ്തംഭിപ്പിക്കാൻ പോകുന്നതാണ്. ഇതിൽ പലരും വന്ന് പറയുന്നുണ്ട്, ഗൾഫിനെ വലിയ രീതിയിൽ ഇറാൻ ആക്രമിക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഫെബ്രുവരി 28-ന് എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഈ യുദ്ധം കൊണ്ടുവന്ന രണ്ട് പേരാരാണ്? ഇസ്രയേലും അമേരിക്കയും. ഈ അമേരിക്കയും ഇസ്രയേലും ആദ്യം നടത്തിയ പ്രഹരം എങ്ങനെയായിരുന്നു? അവിടുത്തെ പരമോന്നത നേതാവിനെ കൊല്ലുന്നു, അവിടുത്തെ സ്കൂളിലെ കുട്ടികളെ കൊല്ലുന്നു. ഇത് അവരുടെ അടിസ്ഥാന സൗകര്യമല്ലേ? എന്നിട്ടും അവർ ഇത്രയും ദിവസമായിട്ടും ഇതിന് നേരെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആക്രമണം നടത്താൻ ഇറാൻ മുതിർന്നിരുന്നു. ഇപ്പോൾ ഇറാൻ ഏകദേശം കളി മാറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ജനങ്ങളെ കൊന്നുകൊണ്ട് ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ ആ സമയത്ത് മുതിർന്നില്ലായിരുന്നു. ഇപ്പോൾ പതുക്കെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ ഇറാൻ ഘടിപ്പിക്കുന്നുണ്ട്. കാരണം ആദ്യം ഈ പറയുന്നത് പോലെ തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് ചട്ടലംഘനമാണെന്ന് പറയുകയാണെങ്കിൽ ആദ്യം അടിസ്ഥാന സ്ഥലങ്ങൾ ആക്രമിച്ചത് ഈ പറയുന്ന അമേരിക്കയും ഇസ്രയേലുമാണ്. സ്കൂളുകൾ, ഈ പരമോന്നത നേതാവ് ഉൾപ്പെടെയുള്ള പല നേതാക്കളെയും, അങ്ങനെ ഈ ജനവാസ മേഖലകളിലൊക്കെ ആദ്യം കയറിയടിച്ചത് അമേരിക്കയാണ്. ഈ അമേരിക്കയെ വെറുതെ വിടുമെന്ന് കരുതണ്ട, ഇറാൻ ഇതെല്ലാം മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഈ ജല ശുദ്ധീകരണ പ്ലാന്റുകൾക്കും വൈദ്യുതി നിലയങ്ങളും തകരുന്നത് വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ കടുത്ത മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായേക്കാം. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണല്ലോ തകർത്തത്. ഈ ഹോർമുസ് കടലിടുക്കിലെ സ്തംഭനാവസ്ഥയും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയൊരു തകർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. ഇനി എണ്ണവില കുതിച്ചുയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, വിലക്കയറ്റം കൂടുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ജനജീവിതം താറുമാറാകുന്ന രീതിയിലേക്ക് യുദ്ധം പോയിരിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗൾഫ് മണ്ണിൽ ചോര നീരാക്കി പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളി കുടുംബങ്ങളെയാണ്. നമ്മളുടെ സമ്പത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് നട്ടല് എന്ന് പറയുന്നത് ഈ പ്രവാസികളാണ്. വിമാനത്താവളങ്ങളുടെ താൽക്കാലിക അടച്ചുപൂട്ടലും വിമാന സർവീസുകൾ റദ്ദാക്കിയതും നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്നവരെയും പ്രവാസി ലോകത്തുള്ളവരെയും ഒരേപോലെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഗൾഫിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയോർത്ത് നാട്ടിലെ കുടുംബങ്ങളും വലിയ ഭീതിയിലാണ് കഴിയുന്നത്. അമേരിക്ക കൂടുതൽ കടുത്ത സൈനിക നീക്കങ്ങളിലേക്ക് കടക്കുകയും ഇറാൻ അതിനെതിരെ പ്രത്യാക്രമണം ശക്തമാക്കുകയും ചെയ്യുമ്പോൾ പശ്ചിമേഷ്യ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമായിട്ട് മാറിക്കഴിഞ്ഞു. യുദ്ധം ലോകമഹായുദ്ധത്തിന്റെ ഭീതിയിലേക്ക് വഴിമാറുമോ അതോ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണുമോ എന്നാണ് ഇപ്പോൾ ലോകം മൊത്തം ഉറ്റുനോക്കുന്നത്. അനിശ്ചിതത്വത്തിന്റെ കനത്ത പുകപടലങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യൻ മണ്ണ് വരും ദിവസങ്ങളിൽ എങ്ങോട്ട് തിരിയുമെന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന പ്രവാസികളടക്കം ഗൾഫ് മേഖലയും പശ്ചിമേഷ്യ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. യുദ്ധം കൊണ്ടുവന്നത് അമേരിക്കയാണ്. യുദ്ധം ഗൾഫിനെ കത്തിക്കാൻ കാരണക്കാരൻ അമേരിക്കയാണ്. അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ ഏറ്റവും വലിയ അഹങ്കാരവും അതിമോഹവുമാണ് ഈ ഒരു വലിയ യുദ്ധദുരന്തത്തിന് പിന്നിലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.